അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽ ഹിക്മത്തു തഖൂൽ, ജ്ഞാനം പറഞ്ഞു തരുന്നു. വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് മനസ്സിലാക്കി തരുന്നു, അല്ലെങ്കിൽ നമ്മോട് പറഞ്ഞു തരുന്നു. അൽ ഗളബ്, ദേഷ്യം വരിക എന്ന് പറയുന്നത്, കോപം വരിക എന്ന് പറയുന്നത്. അവലുഹു ജുനൂനിൻ, ആദ്യം ഭ്രാന്താവുകയാണ് ചെയ്യുന്നത്. വാഹർഹു നദമുൻ, അതിൻ്റെ അവസാനം ഖേദവുമാണ്. ഒരാൾക്ക് ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം ഭ്രാന്താണ്, അവസാന ഭാഗം ഖേദവുമാണ്. ദേഷ്യം വന്നാൽ എന്തൊക്കെയാണ് ചിലർ ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കുടുംബത്തെ അടിക്കുക, വീട്ടിലുള്ള വസ്തുവകകൾ അടിച്ച് പൊട്ടിക്കുക, പറയാൻ പറ്റാത്ത വാക്കുകൾ പറയുക, വീട്ടിലുള്ള ആൾക്കാരെ വീട്ടിൽ നിന്ന് പുറത്താക്കുക, ഞാനിവരിൽപ്പെട്ടവനല്ല എന്ന് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ചെയ്യും. ആദ്യം ഒരു ഭ്രാന്തൻ്റെ മാതിരിയാണ് ഒരാൾക്ക് ദേഷ്യം പിടിച്ചത്. വാഹർഹു, അതിൻ്റെ അവസാനം നദമുൻ, ഖേദമാണ്. വേണ്ടിയിരുന്നില്ല, ചെയ്തു പോയി, അങ്ങനെയൊന്നും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഖേദപ്രകടനമായിരിക്കും. ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലായിരിക്കും അയാളെത്തുന്നുണ്ടാവും. വല്ലിസാനു, നാവ്, ലൈസ ലഹു ഇളാമൻ, അതിന് എല്ലില്ല. അതായത് നാവ് ഏത് ഭാഗത്തേക്കും വളക്കാൻ പറ്റും. ചെയ്തത് ചെയ്തില്ല എന്ന് പറയാം, ചെയ്യാത്തത് ചെയ്തു എന്ന് പറയാം, പോവാത്ത സ്ഥലത്ത് പോയി എന്ന് പറയാം, പോയ സ്ഥലത്ത് പോയില്ല എന്ന് പറയാം, കാണാത്തത് കണ്ടു എന്ന് പറയാം, കണ്ട കാര്യം ഇല്ല എന്ന് പറയാം. ഇങ്ങനെ നല്ല നിലക്കല്ല നാവിനെ ഉപയോഗിച്ചതെങ്കിൽ നാവ് ഏത് ഭാഗത്തേക്കും വളയുന്നതാണ്, അതിന് എല്ലില്ല. വല്ലിസാനും, നാവ്, ലൈസലഹു ഇളാമൻ, അതിന് എല്ലില്ല. വലാക്കിന്നഹു, എന്നാൽ അത് യുക്സിറുൽ ഖൽബ, അത് ഹൃദയത്തെ വരെ പൊട്ടിച്ചു കളയും. ഹൃദയത്തെ പോലും പൊട്ടിക്കുമത്. അഥവാ സംസാരിക്കാൻ പറ്റാത്തത് സംസാരിച്ചിട്ട് ഹൃദയവേദന ഉണ്ടാക്കും, മനസ്സിനെ നോവിക്കും. വയുഫ്തിനുൽ ഹിമമ, മനക്കരുത്തിന് അത് ഫിത്ന ഉണ്ടാക്കും, നാശമാക്കും. മനസ്സിൻ്റെ മനക്കരുത്തിനെ അത് നാശമേൽപ്പിക്കും. അഥവാ ഉള്ളിൽ പ്രയാസങ്ങളുണ്ടാക്കും. ഈ തരത്തിലുള്ള വിചാരിക്കാത്ത വാക്കുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, നാവ് എവിടേക്കെങ്കിലും വളച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. വൽ ഹയാത്തു, ജീവിതം എന്ന് പറയുന്നത് ഖിസ്സത്തുൻ ഖസീറത്തുൻ, ഒരു ചെറിയ കഥയാണ്, അല്ലെങ്കിൽ ഒരു ചെറുകഥയാണ് ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതത്തിന് വളരെ ചെറിയ ഒരു സന്ദർഭമാണുള്ളതെങ്കിലും അതിനൊരു തുടക്കവും ഒരു ഒടുക്കവും അതിനിടയിലുള്ള സന്ദർഭമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചെറു കഥയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. മിൻ തുറാബി, അതിൻ്റെ തുടക്കം മണ്ണിൽ നിന്നാണ്. ഓരോ ഇതിൻ്റെയും ആരംഭം മണ്ണിൽ നിന്നാണ്. വയലാ തുറാബി, മണ്ണിലാണ് അത് നിലനിൽക്കുന്നത്. മണ്ണിൽ നിന്ന് തുടങ്ങി മണ്ണിൽ തന്നെ നിലനിൽക്കുന്ന അവസ്ഥയാണ് ഇതിനുള്ളത്. നമ്മളൊക്കെ മണ്ണിൽ നിന്ന് വന്നവരാണ്. നമ്മൾ മണ്ണിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ജീവിതവും മണ്ണിലാണ്. വൈലാ തുറാബിൻ, അതേപോലെ തന്നെ മണ്ണിലേക്കാണ് നമ്മളുടെ മടക്കവും. നമ്മളെ കൊണ്ടുപോയി വെക്കുന്നത് അതും മണ്ണിലാണ്. മണ്ണിൽ നിന്ന് വന്നു, മണ്ണിലൂടെ കടന്നുപോയി മണ്ണിലേക്ക് ഒടുങ്ങുന്ന ഒരു ചെറുകഥയാണ് ജീവിതം എന്ന് പറയുന്നത്. ചുമ്മ ഹിസാബ്, ആ ചെറുകഥ കഴിഞ്ഞാൽ പിന്നീട് ഹിസാബാണ്, വിചാരണയാണ്. നന്മ തിന്മകളുടെ അടിസ്ഥാനത്തിൽ
സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന വിചാരണ, അതാണ് ഈ ചെറിയ ജീവിതത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫഇഷ് ലില്ലാഹ്, നീ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. നീ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക. പടച്ചവൻ പറഞ്ഞ പ്രകാരം നീ ജീവിക്കുക. തകുൻ അസ്അദ ഖൽഖില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭാഗ്യവാനായി മാറുക. ദൈവ സൃഷ്ടികളിൽ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഭാഗ്യം ഉള്ള ആളായിട്ട് നീ മാറുക. അതാണ് നീ അള്ളാഹുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത്. ചെറിയ ജീവിതമാണ്, കൂടുതൽ കാലമില്ല. ആ ചെറിയ കാലം കൊണ്ട് തന്നെ നീ അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങിയിട്ടുള്ള ആളായി മാറുക, അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചയാളായി മാറുക. തീർച്ചയായും നീ ഭാഗ്യവാനായ, ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടിയായി നീ മാറുക എന്നാണ് ഇതിൻ്റെ അവസാനം. സർവശക്തൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.